അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള മലക്കുകളിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മലായിക്കത്തുകൾ ഈ ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യങ്ങൾ എന്തൊക്കെയാണ്, മലക്കുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടികൾ ഏതൊക്കെയാണ്, ഏതെല്ലാം വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലായിക്കത്തുകൾ മുഖേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇനി നമുക്ക് വിശദമായി ഏതാനും ചില ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. അത് വിശദമായി തന്നെ നമുക്ക് ഗ്രഹിക്കേണ്ടതുണ്ട്. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് ധാരാളക്കണക്കിനുള്ള മലായിക്കത്തുകൾ. അവരിൽ ഏറ്റവും വലിയ ലീഡർമാരായ മലായിക്കത്തുകളുടെ പേരുകൾ നമ്മൾ മുമ്പ് പറയുകയുണ്ടായി. അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാമതായി എണ്ണുന്ന മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? ഏത് കാര്യം കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും ചെറുപ്പകാലം തൊട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. മഹാന്മാരായ പ്രവാചകന്മാരിലേക്ക് ദൗത്യങ്ങളും സന്ദേശങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കൽപ്പനകളും അതുപോലെ തന്നെ നിരോധനങ്ങളും അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിങ്കൽ നിന്ന് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ടോ വഹിയായിട്ട്, അതെല്ലാം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു പ്രവാചകന്മാരിലേക്കുള്ള ആ നിലക്കുള്ള ദൗത്യ നിർവഹണത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള മലക്കാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വേദഗ്രന്ഥം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ മുഴുവനുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്തിച്ചു കൊടുത്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മുൻഗാമികളായ പ്രവാചകന്മാർക്കെല്ലാം എല്ലാ നബിമാരിലേക്കും വഹയുമായിട്ട് വന്നിരുന്ന ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ നൽകിയിട്ടുള്ള വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ 97-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽമുഅ്മിനീൻ. ഓ നബിയെ പറയൂ, മൻ കാന അദുവൻ ലിജിബ്രീല, ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുവായി പ്രവർത്തിച്ചാൽ, അതാരെക്കുറിച്ചാണ് പറയുന്നത്? യഹൂദികൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ശത്രുതയായിരുന്നു. അതിൻ്റെ കാരണമൊക്കെ മുൻ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. എന്തോ ആകട്ടെ, ജിബ്രീലിനോട് ആരെങ്കിലും ശത്രുത വെക്കുന്നുവെങ്കിൽ, അഥവാ യഹൂദികളുടെ സ്വഭാവത്തെ വിമർശിക്കുകയാണ്. ജിബ്രീലിനോട് ശത്രുത വെക്കാൻ ഇവർക്കൊരു ന്യായവുമില്ല. കാരണം ഫഇന്നഹു, തീർച്ചയായും ആ ജിബ്രീൽ അലൈഹിസ്സലാം നസ്സലഹു, ആ ജിബ്രീലാണ് അവതരിപ്പിച്ചത്, അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിലേക്ക് ഖുർആനിനെ അവതരിപ്പിച്ചത് ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. റബ്ബിൽ നിന്ന് ജിബ്രീൽ കേൾക്കുന്നപടി അതേ രൂപത്തിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ മുത്തു മുസ്തഫായുടെ ഹൃദയത്തിലേക്ക് അത് പകർന്നു കൊടുക്കുന്നു. അതാരാണ് ആ ഡ്യൂട്ടി ചെയ്തത്? ഏക വ്യക്തിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് മാത്രമാണ്. മറ്റൊരാളും ഖുർആൻ എന്ന വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജിബ്രീലിലൂടെയല്ലാതെ എത്തിച്ചിട്ടില്ല. മറ്റൊരു മലക്കും ആ നിലക്ക് ഖുർആനിൻ്റെ ഒരായത്തുമായി വന്നിട്ടില്ല. എങ്ങനെ? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള തൗറാത്ത്, ഇഞ്ചീൽ പോലുള്ള ആ ഗ്രന്ഥങ്ങളെയൊക്കെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണിത്. പിന്നീട് അതിൻ്റെ അനുയായികൾ അവർ കൈക്രിയ നടത്തിയതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടുകൂടി മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെന്ന് അറിയപ്പെട്ടിരുന്നവയൊക്കെ ക്യാൻസലായി. എന്ന് പറഞ്ഞാൽ അതൊക്കെ അവയുടേതായ കാലം കഴിഞ്ഞു. അതാത് നബിമാരിലേക്ക് എത്തിച്ചിരുന്ന ആ സത്യവേദഗ്രന്ഥം അവരുടെ അനുയായികളുടെ കൈക്രിയകളാൽ അത് നശിച്ചുപോയി. മാത്രമല്ല വിശുദ്ധ ഖുർആനിൻ്റെ വരവോടുകൂടി അതിൻ്റെ കാലം കഴിയുകയും ചെയ്തു.
എന്നാൽ അതൊക്കെ ദൈവീക ഗ്രന്ഥമാണെന്ന് സത്യപ്പെടുത്തുന്ന നിലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. വഹുദൻ, ആ ഗ്രന്ഥം സത്യപ്പെടുത്തി മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ലഭിച്ചതൊക്കെ സത്യമായിരുന്നു എന്നുള്ളത്. ഇത് സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, സൂറത്തു ശുഅറായിലെ വളരെ കൃത്യമായി 192, 193 ആയത്തിലൊക്കെ അല്ലാഹു തആല പറയുന്നുണ്ട്. 195 വരെയുള്ള ആയത്തുകളിൽ കാണാം, നസല ബിഹിർ റൂഹുൽ അമീൻ. നസല ബിഹി, ആ ഖുർആൻ കൊണ്ട് അവതരിച്ചത്, വന്നത് ആരാണ്? അർ-റൂഹുൽ അമീൻ. റൂഹുൽ അമീനാണ്, വിശ്വസ്തനായ അർ-റൂഹ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്ക് അതിനെ അവതരിപ്പിച്ചു. ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ താക്കീതുകാരും മുന്നറിയിപ്പുകാരിൽ പെട്ടവരായി തീരുവാൻ വേണ്ടി. ഏത് ഭാഷയിൽ? ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിൽ. അപ്പോൾ ആ നിലക്ക് വളരെ വ്യക്തമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് എല്ലാ നബിമാർക്കും വഹയുമായി വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആനുമായി വന്നതും പല ഘട്ടങ്ങളിലായി ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ നിലക്കുള്ള വഹീൻ്റേതായ ഉത്തരവാദിത്തം, അത് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നത്. ഇനി അതിനോട് ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ അല്ലാത്ത മറ്റ് ചില വഹയുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ മറ്റു മലക്കുകളും വന്നിട്ടുണ്ട്. ഖുർആൻ ആയത്തുകളുമായി ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമാണ് വന്നത്. എന്നാൽ ഖുർആനിൻ്റെ ചില ആയത്തുകളുടെ മഹത്വങ്ങളോ പ്രാധാന്യങ്ങളോ ഒക്കെ പറയുന്ന, അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന ചില വഹയുകളുമായിട്ട് മറ്റ് ചില ഘട്ടങ്ങളിൽ അപൂർവം വേറെ ചില മലക്കുകളും വന്നിട്ടുണ്ട്. ഉദാഹരണം, ഒരിക്കൽ വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കെ തന്നെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം. ഒരു സന്ദർഭം കേട്ടോളൂ. ബൈനമാ ജിബ്രീൽ അലൈഹിസ്സലാം ഖാഇദുൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കെ. ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, അല്ലാതെ ജിബ്രീലിനെ കാണൂലല്ലോ മറ്റുള്ളവർ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സാക്ഷാൽ മനുഷ്യരൂപത്തിൽ വന്നാലല്ലേ കാണുകയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും, എൻ്റെ അടുക്കൽ ഇപ്പോൾ ജിബ്രീൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നബിതങ്ങൾ പറയുകയാണ്, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഇരിക്കവേ സമിഅ നഖീലൻ മിൻ ഫൗഖിഹി, മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താ നഖീൽ എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെ തുറക്കുന്ന, അനക്കുന്ന ഒരു വലിയ മുഴക്കം, ഒരു ശബ്ദം കേൾക്കുകയാണ്. ഫറഫഅ റഅസഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ജിബ്രീൽ ആരോ ആകട്ടെ, അപ്പോൾ കേട്ടത് ജിബ്രീൽ അല്ലെങ്കിൽ നബിതങ്ങൾ രണ്ടായിരുന്നാലും രണ്ടിനും സാധ്യതയുണ്ട്. പിന്നെ ആ ശബ്ദം കേട്ടതും തല ഉയർത്തിയതും അതൊക്കെ രണ്ടാളാവാനും സാധ്യതയുണ്ട്. ഫഖാല, അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞു, എന്ത്? ഹാദാ ബാബുൻ മിനസ്സമാ, ഇതാ ആകാശ ലോകത്തു നിന്ന് ഒരു കവാടം, ഫുതിഹൽ യൗം, ഇന്നത്തെ ദിവസം തുറക്കപ്പെട്ടിരിക്കുന്നു. ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗം, ഇന്നല്ലാതെ ആ ഡോറ് തുറക്കപ്പെട്ടിട്ടേയില്ല. ഫനസല മിൻഹു മലക്കുൻ, ആ വാതിലിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. നോക്കണം, ജിബ്രീൽ ഇവിടെ സാന്നിധ്യത്തിലുണ്ട്. ആ സമയത്താണ് മറ്റൊരു മലക്ക് ഒരു ഡോറ് തുറന്ന് ആകാശ കവാടങ്ങളിലൂടെ ഇറങ്ങി വരുന്നത്. ഫഖാല, എന്നിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? ഹാദാ മലക്കുൻ, ഇതാ ഈ മലക്ക് നസല ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ലം യൻസിൽ ഖത്തു ഇല്ലൽ യൗം, ഇന്നത്തെ ദിവസമല്ലാതെ ആ മലക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുമില്ല, അവരൊറ്റ ദിവസമാണ് വന്നിട്ടുള്ളത്. ഫസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാം പറഞ്ഞു. വഖാല, എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു, അബ്ശിർ, നീ സന്തോഷിച്ചു കൊള്ളുക, ബി നൂറൈനി, രണ്ട് പ്രകാശം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. എന്തിനെക്കുറിച്ച്? ലം യുതഹുമാ ഊതീതഹുമാ, ആ രണ്ട് പ്രകാശങ്ങൾ മുഹമ്മദ് നബിയെ താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ലം യുതഹുമാ നബിയുൻ ഖബലക, താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും അത്ര മഹത്വമുള്ള ഒരു രൂപത്തിലുള്ള കാര്യവും നൽകപ്പെട്ടിട്ടില്ല.
ഏതാണ് ആ രണ്ടെണ്ണം? ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് വഖവാതീമു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള 2 ആയത്തുകൾ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങി ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് അവസാനിക്കുന്നത് വരെ ആ 2 ആയത്തുകൾ. അപ്പം 2ൻ്റെയും മഹത്വം പറയണ ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ. ആ 2 ആയത്തുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഒന്ന് പിന്നെ സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് അൽ ബഖറയുടെ അവസാന ഭാഗം, അതിലെ ഓരോ അക്ഷരങ്ങളിലൂടെയും കിട്ടപ്പെടുന്നത് എന്താണ്? ഇല്ലാ ഉഅ്തീതഹു, ഏത് പാരായണം ചെയ്താലും ആ കാര്യം അതുകൊണ്ട് നേടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ അൽ ബഖറയുടെ അവസാന ഭാഗവും അതിൻ്റെ മഹത്വവും പ്രാധാന്യവുമാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം, ഫാത്തിഹയിലും അതുപോലെ തന്നെ ആമനർ റസൂലുവിലുമൊക്കെ അടങ്ങിയിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതകൾ, അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മത്തിന് നൽകിയിട്ടുള്ള വലിയ ഒരു സമ്മാനമാണത്. കാരണം അവ 2നെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ റസൂലിന് അവിടെ വിശേഷിപ്പിച്ചു കൊടുത്തത് എന്താണ്? നൂറൈനി എന്നാണ്, 2 പ്രകാശമാണ്. അത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രകാശമാണ്, നമുക്കത് സന്മാർഗത്തിലേക്കുള്ള ദിശാബോധം നൽകുന്നവയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ മഹത്വമാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തും ഫാത്തിഹയും ഒക്കെ ജിബ്രീൽ അലൈഹിസ്സലാം മുമ്പേ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുമ്പേ അത് വഹയിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മഹത്വം പറയാൻ സ്പെഷ്യൽ ഒരു മലക്ക് ഇറങ്ങി എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേറെയും വഹി നൽകുവാൻ വേണ്ടി അപൂർവ സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാത്ത മലക്കുകളും വരാറുണ്ട് എന്ന് ഉള്ളതിന് തെളിവായിട്ടാണ് ഈ സംഭവം ഓർമ്മപ്പെടുത്തിയത്. സാന്ദർഭികമായി നമ്മൾ ഫാത്തിഹയുടെയും അതുപോലെ തന്നെ അൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ളതിൻ്റെയും ഒക്കെ പ്രത്യേകതകളും നമ്മൾ ഇതിലൂടെ ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി സമാനമായ മറ്റൊരു സംഭവം ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ച ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇന്ന ഹാദാ മലക്കുൻ ലം യൻസിലിൽ അർദ ഖത്തു ഖബ്ല ലൈല. ഒരു മലക്ക് എൻ്റെ അടുക്കൽ വന്നു, ഒരു മലക്ക് വന്നു, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ആ മലക്ക് ആ ദിവസമല്ലാതെ. എന്നിട്ട് റബ്ബിനോട് ആ മലക്ക് അനുവാദം ചോദിച്ചു, എന്ത്? എനിക്ക് സലാം പറയാൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാം പറയാൻ ആ മലക്ക് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു എന്ന് മാത്രമല്ല, എന്നോട് ചില സുവിശേഷങ്ങൾ അറിയിക്കുകയും ചെയ്തു ആ മലക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചു കൊടുത്തത്? ഒന്ന്, ബി അന്ന ഫാത്തിമത സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ്. സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കളായി പരിചയപ്പെടുത്തപ്പെട്ട മഹദികളുണ്ട്, മറിയം അലൈഹസ്സലാത്തു വസ്സലാം. അതേപോലെ ആ നിലക്ക് അതേപോലെ തന്നെ ഇവിടെ സ്വർഗീയമായ സ്ത്രീകളുടെ സയ്യിദത്തായി എനിക്ക് വിവരം അറിയിച്ചിരിക്കുന്നു. ആരെക്കുറിച്ച്? മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച്. ആ വിവരം വഹയിലൂടെ ആ മലക്കിലൂടെ അറിയിക്കപ്പെടുകയാണ്. തീർന്നില്ല. വഅന്നൽ ഹസന വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഫാത്തിമ ബീവിയിലൂടെ ഉണ്ടായ പേരക്കുട്ടികളാണല്ലോ അത്, ഹസനും ഹുസൈനും. ആ ഹസനും ഹുസൈനും സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ യുവാക്കളുടെ നേതാക്കളാണവർ. സ്വർഗീയ ചെറുപ്പക്കാരുടെ നേതാക്കളാണ് ആര്? ഹസനും ഹുസൈനും എന്ന വിവരവും ആ സന്തോഷ വാർത്തയും എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് സഹീഹ് തിർമിദിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ നിലക്കുള്ളൊരു വിവരണവും ആ നിലക്കുള്ളൊരു പ്രത്യേക കാര്യത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുമായി മറ്റൊരു മലക്ക് ഇറങ്ങി വന്നു എന്നാണ്. എന്തിനാണിത് സൂചിപ്പിച്ചത്? ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ എന്ന വഹയുമായി വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമാണ്. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ മറ്റു ചില മലക്കുകളും ചില പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് അറിയിക്കുവാനൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിട്ടുള്ള മറ്റു ചില പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. വഹയും കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നുവോ ജിബ്രീൽ അലൈഹിസ്സലാം നിർവഹിച്ചത്, അതോ മറ്റു വല്ല പ്രവൃത്തികളും ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇനി നമുക്കിതിനോട് ഉപോത്ബലകമായി അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത അവസരത്തിലൂടെ അതും നമുക്ക് ഗ്രഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണബദ്ധമായ നിലയ്ക്ക് കാര്യങ്ങളെയെല്ലാം ഗ്രഹിക്കുവാനും വിശ്വസിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.